സമയം രാവിലെ 7 മണി. ഇത്രയും രാവിലെ ഞങ്ങൾ എഫേർട്ട് എടുത്ത് പോകണമെങ്കിൽ അതിനൊരു കാര്യമുണ്ട്, ഫുഡ്. നമ്മളെ കേരളത്തിൽ ഇത്രയും ഫേമസ് ആയ ബീഫ് ആൻഡ് പഴംപൊരി കോംബോ കഴിക്കാൻ പോവുകയാണ്. ബീഫും പഴംപൊരിയും കോംബോ അതിനെക്കൊണ്ട് കോഴിക്കോട് ഇടയിലെ ഹോട്ടലിലേക്കാണ് ഞങ്ങൾ 43 കിലോമീറ്റർ താണ്ടി അതിരാവിലെ എത്തിയത്. ഞങ്ങൾ പോയപ്പോൾ തന്നെ അവിടുത്തെ ചില്ലുകൂട്ട് നന്നായിട്ടൊന്ന് നോക്കി, എന്തൊക്കെ വേണമെന്ന് ആദ്യം ഓർഡർ ചെയ്യണമല്ലോ. അങ്ങനെ അതും നോക്കി വെള്ളം ഇറക്കിയപ്പോൾ ഉണ്ട് 2 പേര് എവിടെയോ കണ്ട നല്ല പരിചയമുള്ള മുഖം. അല്ലല്ലോ ഫുഡിൻ്റെ പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഉണ്ടാവും. ഇവിടെ നിന്നാണ് അവർ ഫ്രഷായിട്ട് ബീഫ് കട്ട് ചെയ്യുന്നത്. അവസാനം കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഞങ്ങൾ ഇരുന്നതിന് ശേഷം ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്തു. പണ്ടൊരു പെരുന്നാളിന് ബീഫിനെ ഇറക്കുന്നത് കണ്ടതിന് ശേഷമാണ് ഞാൻ ബീഫ് കഴിക്കാണ്ടായത്. അതുകൊണ്ട് മാത്രമാണ് ഞാനൊരു കോംബോ ഇത്രയും കാലം മിസ്സാക്കിയത്. അവിടുത്തെ ഫേമസ് കോംബോ ആയ ഉപ്പുമാവും ബീഫുമാണ് ഫസ്റ്റ് ഓർഡർ ചെയ്തത്. എന്ത് സോഫ്റ്റ് ഉപ്പുമാവാ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പഴംപൊരി ഓർഡർ ചെയ്തു. പഴംപൊരി വന്നു. പഴംപൊരിയും ബീഫും അങ്ങനെ കൂട്ടിക്കുഴച്ച് കഴിക്കാൻ ഒന്നൊന്നര ടേസ്റ്റാണ്. എന്നാൽ ഈ കോംബോ ആരായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആരായാലും നല്ല ബെസ്റ്റ് കോംബോ. പിന്നെ ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. തിന്നുന്ന കാര്യത്തിൽ എനിക്കതില്ലാത്തതിനെ കൊണ്ട് ഞാനത് മൊത്തം പ്ലേറ്റിലേക്ക് തട്ടി. തൊട്ടപ്പുറത്തുള്ള ചേട്ടൻ ഉപ്പുമാവും ബീഫും പഴംപൊരി ഒരുമിച്ച് കൂട്ടി കഴിക്കുന്നുണ്ട്. ഇത് മൂന്നും നമ്മൾ പ്ലേറ്റിലുള്ളതിനെ കൊണ്ട് ഞാനും അത് ട്രൈ ചെയ്ത്. സംഭവം കൊള്ളാം. അങ്ങനെ ഞങ്ങൾ പ്ലേറ്റ് കാലിയാക്കി വെക്കുമ്പോൾ ഇവർക്ക് വരാൻ തോന്നില്ല. ഇവർ രണ്ടാമത് ഓർഡർ ചെയ്ത്. അപ്പോൾ തൊട്ടപ്പുറത്തുള്ളതിൻ്റെ പ്ലേറ്റിൽ നിന്ന് നൂൽപ്പിട്ടും അടിച്ചു മാറ്റി അതും കഴിച്ച് ഒരു ചിയേഴ്സൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പതിയെ എണീറ്റ്. ഞാൻ പ്രത്യേകിച്ച് ലൊക്കേഷൻ പറഞ്ഞിട്ട് ഒരാവശ്യമുണ്ടെന്ന് തോന്നില്ല. എന്നാലും കുറ്റിച്ചിറേൻ്റെ നേരെ ഓപ്പോസിറ്റ് പുനത്തിൽ മമ്മ റോഡിൻ്റെ അതിലേ പോയാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ എല്ലാവരും പോയി ട്രൈ ചെയ്തോളി. ടാറ്റാ.